നമസ്കാരം, എല്ലാവർക്കും ഗ്രൂപ്പ് ഡി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഡി റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ 2014 നടന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യുന്നതാണോ, അതുപോലെ തന്നെ ഏത് ടോപ്പിക്കിൽ നിന്നാണ് കടന്നു വന്ന ആ ക്വസ്റ്റ്യൻ എന്നും പറയാം. നിങ്ങൾ എന്തായാലും ഈ ടോപ്പിക് ഒന്ന് നന്നായിട്ടൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ക്രമപ്രകാരം അടുത്തതായിട്ട് വരുന്ന ഏതാണെന്ന് എഴുതുക. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1/10 ആണ് ആൻസർ. അതായത് ഭിന്നസംഖ്യ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 1/2, 1/4, 1/6, 1/8. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 1/10 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മദർ ഇന്ത്യ എന്ന ഹിന്ദി ചലച്ചിത്രത്തിലെ നായികയുടെ പേര് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നർഗീസ് എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന സ്ഥലം. ഓക്കെ, ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീഹരിക്കോട്ടയാണ്. ISROയുടെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചന്ദ്രയാൻ 3 ഉൾപ്പെടെയുള്ള ഇമ്പോർട്ടൻ്റ്, ഇനി ഗഗൻയാനുണ്ട്, അതൊക്കെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. കറണ്ട് അഫയേഴ്സിൽ നിന്ന് ISRO എന്തായാലും ഷോർട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതെന്താണെന്ന് നോക്കുക. അതായത് ഇന്ത്യയുടെ ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും നോക്കിപ്പോകണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരീക്ഷോഷ്മാവിൽ ദ്രാവകമായിരിക്കുന്നത് ഡാഷ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ബ്രോമിനാണ്. അന്തരീക്ഷോഷ്മാവിൽ ദ്രാവകമായി തീരുന്നത് ബ്രോമിനാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികൾ അനുബന്ധ കോണുകൾ ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് 180 ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ. അതായത് 180 ഡിഗ്രി അല്ലേ ഇതിൻ്റെ അകത്ത് വരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് 180. ഓക്കെ, ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിൽ നടപ്പിലാക്കിയത് ആരാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ലോർഡ് കോൺവാലിസ് പ്രഭുവാണ്. ഓക്കെ, ഭൂനികുതി വ്യവസ്ഥ. ഓക്കെ, അത് നോക്കി വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോപ്പ് സ്ലിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന പാർക്ക് അഥവാ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഇന്ദിരാഗാന്ധി വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. ഇതൊക്കെ റയറായിട്ടുള്ള കുറച്ച് ഫാക്റ്റാണ്. ടോപ്പ് സ്ലിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന പാർക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ദിരാഗാന്ധി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. ഓക്കെ, അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, അതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, വജ്രമാണ് അത്. ഓക്കെ, പാറ്റയുടെ രക്തത്തിൻ്റെ നിറം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, കളറില്ല. ഓക്കെ, വൈറ്റ് എന്നൊക്കെ ചില ഇതിൻ്റെ അകത്ത് കാണാം, വെള്ള എന്നൊക്കെ ചില PSC ക്വസ്റ്റ്യൻസൊക്കെ കാണാം. അപ്പോൾ ഇതിവിടെ കളറില്ല എന്നുള്ളത്. ഓക്കെ, ഒന്ന് നോക്കി വെക്കുക. ദെൻ അടുത്ത രണ്ടും ഒരു മാത്സ് ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 5.5 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്റർ 3.5 സെൻറ്റിമീറ്റർ എന്നീ അളവുകളുള്ള ക്യൂബോയിഡ് ഉണ്ടാക്കുന്നതിന് 1.7 സെൻറ്റിമീറ്റർ വ്യാസവും 2 മില്ലിമീറ്റർ കനവുമുള്ള എത്ര വെള്ളി നാണയങ്ങൾ ഉരുക്കണം? ഇതിൻ്റെ ആൻസർ വരുന്നത് 400 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 20% അംശം എത്രയായിരിക്കും? ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് 1/5 എന്നാണ്. 20% അംശം എത്രയായിരിക്കും? ഇതിൻ്റെ ആൻസർ 1/5 എന്നാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഒരു 11 ക്വസ്റ്റ്യൻ, അതായത് മാത്സ് അടക്കം 11 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടർന്നും ഇതിങ്ങനത്തെ ഗ്രൂപ്പ് ഡിയുടെ മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം. അപ്പോൾ ഞാൻ അത് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡീൻ്റെ ഓരോ സെറ്റ് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഒരു ദിവസം ഒരു ഗ്രൂപ്പ് ഡി PYQ എന്ന് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.